ക്രിസ്ത്യൻ ഗ്രീറ്റിംഗ്സ്. സ്വർഗത്തിലെ ദൈവം ഞങ്ങൾക്ക് കാര്യം സാധിപ്പിക്കും. ആകയാൽ അവൻ്റെ ദാസന്മാരായ ഞങ്ങൾ എഴുന്നേറ്റ് പണിയും. The God of heaven will help us, and so we his servants will rebuild his kingdom. The book of Nehemiah, chapter 2, verse 20. Dear sisters and brothers in Christ, ഒരു രാജ്യത്തിൻ്റെ അഥവാ ഒരു രാഷ്ട്രത്തിൻ്റെ നിർമ്മിതിയിൽ യേശുക്രിസ്തുവിനെ അനുഗമിക്കുന്നവരുടെ പങ്ക് എന്തായിരിക്കുന്നു? എന്താണ് ക്രൈസ്തവ ധർമ്മം? രാഷ്ട്ര നിർമ്മിതിയിൽ ക്രൈസ്തവൻ്റെ പങ്കാളിത്തം എന്തായിരിക്കുന്നു? പൗരബോധത്തിലൂന്നിയ ക്രൈസ്തവ ജീവിതം എന്താണ്? ക്രൈസ്തവൻ്റെ ജീവിത സാഹചര്യങ്ങളിലെ നീതിബോധം എന്താണ്? മറ്റുള്ളവരിലേക്ക് പകരപ്പെടേണ്ട ദൈവരാജ്യ ബോധ്യങ്ങൾ എന്തെല്ലാമാണ്? ഇവയൊക്കെയാണ് ഇന്നത്തെ വേദവചന പാഠങ്ങളിലൂടെ തിരുസഭ നമ്മെ പഠിപ്പിക്കുന്നത്. ഒരു ക്രൈസ്തവൻ തൻ്റെ രാജ്യത്തിലെ ഏറ്റവും നല്ല പൗരനായിരിക്കും. അതായത് ഒരു രാജ്യത്തിലെ ഏറ്റവും നല്ല പൗരന്മാർ യേശുക്രിസ്തുവിനെ വിശ്വസിക്കുന്നവരായിരിക്കും. കാരണം അവർ തങ്ങളുടെ ദൈനംദിന പ്രാർത്ഥനയിൽ ഈ മുഴുവൻ ലോകത്തെയും അതിലെ ജനങ്ങളെയും ദൈവസന്നിധിയിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. അപ്പോൾ തന്നെ തങ്ങൾ ആയിരിക്കുന്ന രാജ്യത്തിനു വേണ്ടിയും അതിലെ ജനങ്ങൾക്ക് വേണ്ടിയും അതിലെ ഭരണകർത്താക്കൾക്ക് വേണ്ടിയും ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. സേനാനികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. പോലീസ് ഫോഴ്സിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. നീതിന്യായ വ്യവസ്ഥിതിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. അവരുടെ രാജ്യത്തിൻ്റെ ഐക്യത്തിനും അഖണ്ഡതയ്ക്കും സുസ്ഥിരതയ്ക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നു. പ്രത്യേകിച്ചും രാജ്യത്തിൻ്റെ ഐശ്വര്യത്തിനും സമാധാനത്തിനുമായി അവർ പ്രാർത്ഥിക്കുന്നു. യേശുക്രിസ്തു ഈ ലോകത്തിലേക്ക് വന്നത് ഒരു രാജ്യം സ്ഥാപിക്കുവാനായിരുന്നു. ഏതാണ് ആ രാജ്യം? ദൈവരാജ്യം അഥവാ സ്വർഗരാജ്യം, കിങ്ഡം ഓഫ് ഗോഡ് അല്ലെങ്കിൽ കിങ്ഡം ഓഫ് ഹെവൻ. സ്നേഹമാണ് ഈ രാജ്യത്തിൻ്റെ അടിസ്ഥാന പ്രമാണം. സത്യം, നീതി, ന്യായം. ദൈവരാജ്യം നീതിയും സമാധാനവും പരിശുദ്ധാത്മാവിൽ സന്തോഷവുമത്രേ. സകല ജനത്തിനും ഉണ്ടാകുവാനുള്ള മഹാസന്തോഷം അത് ജനങ്ങൾക്ക് തരുവാനാണ് യേശുക്രിസ്തു ഈ ഭൂമിയിലേക്ക് വന്നത്. സന്തോഷത്തിലും സമാധാനത്തിലും ജനം ആയിരിക്കുക, അങ്ങനെ ഒരു രാജ്യം. പ്രിയ സഹോദരങ്ങളെ, നാം മനസ്സിലാക്കണം, ഈ രാജ്യം ഐഹികമല്ല. ഈ രാജ്യം ജനഹൃദയങ്ങളിലാണ്. നാമെല്ലാം ആ രാജ്യത്തിലെ അംഗങ്ങളാണ്, പൗരന്മാരാണ്. കാരണം ഈ ലോകത്തെ ദൈവം എത്രമാത്രം സ്നേഹിച്ചുവോ താൻ തന്നെ നമ്മിലൊരുവനെ പോലെ മനുഷ്യനായി ഈ ഭൂമിയിലേക്ക് വന്നു. പാപമായിരുന്നു നമ്മെയും ദൈവത്തെയും തമ്മിൽ അകറ്റിയിരുന്നത്. ആ പാപത്തെ യേശുക്രിസ്തു ക്രൂശിൽ കൈകാര്യം ചെയ്തു. മനുഷ്യവർഗത്തിൻ്റെ പാപം അവൻ ഏറ്റെടുത്തുകൊണ്ട് ക്രൂശിന്മേൽ കയറി. നമ്മുടെ പാപവും നമ്മുടെ രോഗവും ദുഃഖവും ദുരിതവുമെല്ലാം യേശുക്രിസ്തു ക്രൂശിൽ മായ്ച്ചു കളഞ്ഞു. അതെങ്ങനെയാണ് നാം അനുഭവിക്കുന്നത്? ആ യേശുക്രിസ്തുവിൽ നാം വിശ്വസിക്കുമ്പോൾ, അവൻ്റെ രക്ഷണീയ പ്രവൃത്തിയിൽ നാം വിശ്വസിച്ച് അവനെ നമ്മുടെ കർത്താവും നമ്മുടെ രക്ഷിതാവുമായി ഏറ്റുപറയുമ്പോൾ നാം ആ രാജ്യത്തിലെ പ്രജകളായി മാറുകയാണ്. അവൻ്റെ ലോഡ്ഷിപ്പിൽ നാം ആകുകയാണ്. യേശുക്രിസ്തുവാണ് നമ്മുടെ കർത്താവ്. അപ്പോൾ നാം ഈ ലോകത്തിൽ ഈ രാജ്യത്തിലായിരിക്കുമ്പോൾ തന്നെ നാം ഈ അദൃശ്യമായ ഈ സ്വർഗരാജ്യത്തിലെ അല്ലെങ്കിൽ ഈ ദൈവരാജ്യത്തിലെ ഈ സന്തോഷരാജ്യത്തിലെ ഈ സമാധാന രാജ്യത്തിലെ ഈ സ്നേഹരാജ്യത്തിലെ പ്രജകളാണ്, അതിലെ അംഗങ്ങളാണ്.
സ്നേഹത്തിൽ അധിഷ്ഠിതമായ ഈ രാജ്യം യേശുക്രിസ്തു സ്ഥാപിച്ചത് വാളുകൊണ്ടല്ല. യാതൊരു ഫോഴ്സും മിലിറ്ററി പവറോ യേശുക്രിസ്തു പ്രയോഗിച്ചില്ല. വിശുദ്ധ ബൈബിളിൽ തന്നെ 1 സാമുവൽ ചാപ്റ്റർ 17:47 പറയുന്നു, യഹോവ വാളുകൊണ്ടല്ല കുന്തം കൊണ്ടുമല്ല രക്ഷിക്കുന്നത് എന്ന്. ദിസ് ഇസ് നോട്ട് എ കിങ്ഡം ഓഫ് പവർ ആൻഡ് മൈറ്റ് ബട്ട് ഓഫ് ലവ്. യേശുക്രിസ്തുവിൻ്റെ ക്രൂശിലെ സ്നേഹത്താൽ ആകർഷിക്കപ്പെട്ട് ആ ദിവ്യ സ്നേഹത്താൽ പിടിക്കപ്പെട്ട് മാനവജാതി ആ രാജ്യത്തിലേക്ക് കടന്നു കയറുകയായിരുന്നു സഹോദരങ്ങളെ. യേശുക്രിസ്തു ആരെയും മതപരിവർത്തനം ചെയ്തില്ല. യേശുക്രിസ്തുവിൻ്റെ അനുയായികളും ചെയ്തില്ല, ചെയ്യുന്നില്ല, ഒരിക്കലും അവർ ചെയ്യുകയുമില്ല. കാരണം മതം മാറിയാൽ ഒരു മനുഷ്യൻ്റെയും മനസ്സ് മാറുകയില്ല. മനസ്സ് മാറണമെങ്കിൽ അവർ സ്നേഹമറിയണം. യേശുക്രിസ്തുവിൻ്റെ കാൽവറിയിലെ ആ പരമയാഗം, യേശുക്രിസ്തുവിൻ്റെ ആ നിത്യസ്നേഹമാണ് വെളിപ്പെടുത്തിയത് സഹോദരങ്ങളെ. യേശുക്രിസ്തുവിൻ്റെ സ്നേഹം കേട്ട ജനം, പാപത്തിൽ ഉഴന്ന് അലഞ്ഞ് അതിൽ നിന്നും രക്ഷയില്ലാതെ നട്ടം തിരിഞ്ഞ ജനം പാപപരിഹാരകനായി ഒരുവനെ ക്രൂശിൽ കണ്ടപ്പോൾ അവനിൽ വിശ്വസിച്ചാൽ പാപവും ശാപവും രോഗവുമെല്ലാം മാറും എന്നുള്ള ആ ദിവ്യ വചനം കേട്ടപ്പോൾ, അവൻ്റെ സ്നേഹം കണ്ടപ്പോൾ, തങ്ങളുടെ പാപവും ശാപവും ദുരിതവും ദുഃഖവും എല്ലാം ഏറ്റെടുത്തുകൊണ്ടാണല്ലോ യേശുക്രിസ്തു ക്രൂശിൽ കയറിയത്, ഞങ്ങൾക്ക് വേണ്ടിയാണല്ലോ യേശു മരിച്ചത് എന്ന സത്യം അവർ കേട്ടപ്പോൾ, അവർ അത് തിരിച്ചറിഞ്ഞപ്പോൾ ആ സ്നേഹത്തിലേക്ക് അവർ കടന്നു വരികയായിരുന്നു. യേശുവിനെ സ്വീകരിക്കുവാൻ അവർ മനസ്സ് വെച്ചു. ആ സ്നേഹമാണ് അവരെ രൂപാന്തരപ്പെടുത്തിയത്. യേശുക്രിസ്തു ദൈവരാജ്യത്തെ പറ്റി പഠിപ്പിക്കുമ്പോൾ അനേകം ഉപമകളിൽ കൂടെയായിരുന്നു യേശുക്രിസ്തു അത് ചെയ്തത്. While teaching about the kingdom of God, Jesus used many illustrations. The Gospel according to Saint Matthew, chapter 13, verses 31 to 34. We read, "Here is another of his illustrations. The kingdom of heaven is like a tiny mustard seed planted in a field. It is the smallest of all seeds, but becomes the largest of plants and grows into a tree where birds can come and find shelter." സ്വർഗരാജ്യം കടുകുമണിയോട് സദൃശ്യം. അത് ഒരു മനുഷ്യനെടുത്ത് തൻ്റെ വയലിൽ ഇട്ടു. അത് എല്ലാ വിത്തിലും ചെറിയതെങ്കിലും വളർന്ന് സസ്യങ്ങളിൽ ഏറ്റവും വലുതായി. ആകാശത്തിലെ പറവകൾ വന്ന് അതിൻ്റെ കൊമ്പുകളിൽ വസിപ്പാൻ തക്കവണ്ണം വൃക്ഷമായി തീരുന്നു. ഇവിടെ യേശുക്രിസ്തു ഈ ഉപമ പറയുമ്പോൾ അവിടെ ബഥാന്യ തുടങ്ങിയ പ്രദേശങ്ങളിൽ ഇതുപോലെയുള്ള കടുകിൻ്റെ വൃക്ഷങ്ങളുണ്ട്. അതിനെ നോക്കിയാണ് യേശു ഉപമ പറഞ്ഞത്. അതായത് കടുകുമണി തീരെ ചെറുതാണ്. യേശുക്രിസ്തുവിൻ്റെ ആ വചനം അല്ലെങ്കിൽ യേശുക്രിസ്തുവാകുന്ന വിത്ത് വിതയ്ക്കപ്പെടുമ്പോൾ, മനുഷ്യഹൃദയങ്ങളിലേക്ക് അത് പകരപ്പെടുമ്പോൾ, അത് ചെറിയ തുടക്കമാണെങ്കിലും അത് ക്രമേണ ആ സ്നേഹം മനുഷ്യരിലേക്ക് വ്യാപിച്ച് അതൊരു വലിയ മുന്നേറ്റമായി മാറും. അങ്ങനെ ഒരു സ്നേഹ സാമ്രാജ്യം ഉടലെടുക്കും എന്നാണ് യേശുക്രിസ്തു ഇവിടെ വിവക്ഷിച്ചത്. അതുപോലെ മറ്റൊരു ഇല്ലസ്ട്രേഷൻ ഉണ്ട്. He also used this example. The kingdom of heaven can be compared to a woman making bread. She takes a measure of flour and mixes in the yeast until it permeates every part of the dough. Jesus constantly used these illustrations when speaking to the crowds. അവൻ മറ്റൊരു ഉപമ അവരോട് പറഞ്ഞു. സ്വർഗരാജ്യം പുളിച്ച മാവിനോട് സദൃശ്യം. അത് ഒരു സ്ത്രീ എടുത്ത് 3 പറ മാവിൽ എല്ലാം പുളിച്ചു വരുവോളം അടക്കി വെച്ചു.
ഇതൊക്കെയും യേശു പുരുഷാരത്തോട് ഉപമകളായി പറഞ്ഞു. ഉപമ കൂടാതെ അവരോട് ഒന്നും പറഞ്ഞില്ല. ഇപ്പോൾ പറഞ്ഞ ഈ ഉപമ ഒരു സ്ത്രീ ഈസ്റ്റ് അല്ലെങ്കിൽ പുളിപ്പെടുത്ത് 3 പറ മാവിൽ എല്ലാം പൊളിച്ചു വരുവോളം അടക്കി വെച്ച കാര്യമാണ്. അതായത് ഇവിടെ ഈസ്റ്റ് എന്ന് ഉദ്ദേശിക്കുന്നത് അതൊരു ചെറിയ സംഗതിയാണ്. ആ ചെറിയ സംഗതി 3 പറ മാവിൽ അല്ലെങ്കിൽ ധാരാളം ക്വാണ്ടിറ്റി, ഈ ചെറിയ സാധനം എങ്ങനെയാണ് ആ ക്വാണ്ടിറ്റിയെ പുളിപ്പിക്കുന്നത്? അത് നാം ആ മാവ് കൊണ്ട് പലഹാരം ഉണ്ടാക്കുമ്പോൾ വളരെ സോഫ്റ്റും മാർദ്ദവും രുചിയുള്ളതുമായി മാറുന്നു. അതുപോലെയാണ് ദൈവസ്നേഹം മനുഷ്യരിലേക്ക് പകരപ്പെടുമ്പോൾ ഇറ്റ് വിൽ പെർമേറ്റ് ത്രൂ ദ ഹോൾ യൂണിവേഴ്സ്, ഫ്രം പേഴ്സൺ ടു പേഴ്സൺ. ഒരു മനുഷ്യനിൽ നിന്ന് മറ്റൊരു മനുഷ്യനിലേക്ക് ദൈവസ്നേഹം പെർമേറ്റ് ചെയ്യുന്നു, ഇത് വ്യാപരിക്കുന്നു, സ്പ്രെഡ് ചെയ്യുന്നു. അങ്ങനെ സ്പ്രെഡ് ചെയ്ത് ദൈവരാജ്യം എന്ന സ്നേഹ സാമ്രാജ്യം ആയിത്തീരുന്നു. തുടക്കത്തെ ഓർത്ത് നിങ്ങൾ വ്യാകുലപ്പെടേണ്ട, അത് ചെറിയ തുടക്കമാണ്. പക്ഷേ സ്നേഹത്തിൻ്റെ വ്യാപ്തി, അതിൻ്റെ വർധനവിൻ്റെ ആ വ്യാപ്തി നമുക്ക് ഗ്രഹിച്ചുകൂടാ. നാം ഗ്രഹിക്കുന്നതിലും അപ്പുറമാണത്, അതിൻ്റെ വ്യാപ്തി. അതാണ് ദൈവസ്നേഹം. ക്രൈസ്തവർ തങ്ങളുടെ ജീവിത സാഹചര്യങ്ങളിൽ എങ്ങനെ നീതിബോധത്തോടെ ചരിക്കാം? മറ്റുള്ളവരുടെ ഇടയിൽ തങ്ങളുടെ ജീവിതം എങ്ങനെയായിരിക്കണം? യേശുക്രിസ്തുവിൻ്റെ സ്നേഹത്തിൽ നിന്നും അവർ ആർജിച്ചത് എങ്ങനെയാണ് മറ്റുള്ളവരുടെ ഇടയിൽ പ്രദർശിപ്പിക്കേണ്ടത്, എങ്ങനെ അവർ ആയിരിക്കണം എന്ന് വെളിവാക്കുന്ന വേദഭാഗമാണ് അടുത്തത്. ഞാനത് വായിക്കാം. ദ എപ്പിസ്റ്റൽ ഓഫ് റോമൻസ് ചാപ്റ്റർ 12 വേഴ്സസ് 9 ഓൺവേർഡ്സ്. സ്നേഹം നിർവ്യാജമായിരിക്കട്ടെ, തീയതിനെ വെറുത്ത് നല്ലതിനോട് പറ്റിക്കൊള്ളുവേൻ. സഹോദരപ്രീതിയിൽ തമ്മിൽ സ്ഥായി പൂണ്ട് ബഹുമാനിക്കുന്നതിൽ അന്യോന്യം മുന്നിട്ടുകൊള്ളുവേൻ. ഉത്സാഹത്തിൽ മടുപ്പില്ലാതെ ആത്മാവിൽ എരിവുള്ളവരായി കർത്താവിനെ സേവിപ്പീൻ. ആശയിൽ സന്തോഷിപ്പീൻ, കഷ്ടതയിൽ സഹിഷ്ണുത കാണിപ്പീൻ, പ്രാർത്ഥനയിൽ ഉറ്റിരിപ്പീൻ. വിശുദ്ധന്മാരുടെ ആവശ്യങ്ങളിൽ കൂട്ടായ്മ കാണിക്കുകയും അതിഥി സൽക്കാരം ആചരിക്കുകയും ചെയ്യുവീൻ. നിങ്ങളെ ഉപദ്രവിക്കുന്നവരെ അനുഗ്രഹിപ്പീൻ, ശപിക്കാതെ അനുഗ്രഹിപ്പീൻ. സന്തോഷിക്കുന്നവരോടുകൂടെ സന്തോഷിക്കുകയും കരയുന്നവരോടുകൂടെ കരയുകയും ചെയ്യുവീൻ. തമ്മിൽ ഐകമത്യമുള്ളവരായി വലിപ്പം ഭാവിക്കാതെ എളിയവരോട് ചേർന്നുകൊള്ളുവീൻ. നിങ്ങളെ തന്നെ ബുദ്ധിമാന്മാർ എന്ന് വിചാരിക്കരുത്. ആർക്കും തിന്മയ്ക്ക് പകരം തിന്മ ചെയ്യാതെ സകല മനുഷ്യരുടെയും മുമ്പിൽ യോഗ്യമായത് മുൻകരുതി കഴിയുമെങ്കിൽ നിങ്ങളാലാവോളം സകല മനുഷ്യരോടും സമാധാനമായിരിപ്പീൻ. പ്രിയമുള്ളവരെ, നിങ്ങൾ തന്നെ പ്രതികാരം ചെയ്യാതെ ദൈവകോപത്തിന് ഇടം കൊടുപ്പീൻ. എന്നാൽ നിന്റെ ശത്രുവിന് വിശക്കുന്നുവെങ്കിൽ അവന് തിന്മാൻ കൊടുക്ക, ദാഹിക്കുന്നുവെങ്കിൽ കുടിപ്പാൻ കൊടുക്ക. അങ്ങനെ ചെയ്താൽ നീ അവൻ്റെ തലമേൽ തീക്കനൽ കുന്നിക്കും എന്ന് എഴുതിയിരിക്കുന്നുവല്ലോ. തിന്മയോട് തോൽക്കാതെ നന്മയാൽ തിന്മയെ ജയിക്കുക. നമ്മളെ വിദ്വേഷിക്കുന്നവരെ അല്ലെങ്കിൽ നമ്മെ പകയ്ക്കുന്നവരെ നാം സ്നേഹിക്കണം എന്നാണ് നാം ഇവിടെ വായിച്ചു കേട്ടത്. യേശുക്രിസ്തു അതാണ് സഹോദരങ്ങളെ നമ്മെ പഠിപ്പിക്കുന്നത്. ഡിയർ ഫ്രണ്ട്സ്, നെവർ അവഞ്ച് യുവർസെൽഫ്. Leave that to God, for He has said that He will repay those who deserve it. Don't take the law into your own hands. Instead, feed your enemy if he is hungry. If he is thirsty, give him something to drink, and you will be heaping coals of fire on his head. In other words, he will feel ashamed of himself for what he has done to you. Don't let evil get the upper hand, but conquer evil by doing good. നിന്റെ ശത്രുവിനെ നീ സ്നേഹിക്കുന്നെങ്കിൽ
അവന് വിശക്കുന്നുവെങ്കിൽ അവന് ആഹാരം കൊടുക്കുന്നു, അവന് ദാഹിക്കുന്നുവെങ്കിൽ നീ കുടിപ്പാൻ കൊടുക്കുന്നുവെങ്കിൽ, അങ്ങനെ ചെയ്താൽ നീ അവൻ്റെ തലമേൽ തീക്കനൽ കുന്നിക്കും എന്നാണ് പറഞ്ഞത്. അതായത് he will be ashamed of what he has done to you. അവൻ നിന്നോട് തിന്മ ചെയ്തപ്പോൾ നീ അവന് നന്മ ചെയ്യുകയാണ് ചെയ്തത്. ആ നന്മ അനുഭവിക്കുമ്പോൾ അവൻ താൻ ചെയ്ത പ്രവൃത്തിയിൽ ലജ്ജിതനായിത്തീരും. അങ്ങനെ അവന് മനസ്സിന് രൂപാന്തരം വരും. നാം ഇവിടെ പഠിക്കുന്നതെല്ലാം എങ്ങനെയാണ് സ്നേഹത്താൽ മനുഷ്യ മനസ്സുകൾ രൂപാന്തരപ്പെടുന്നത് എന്നുള്ളതാണ്. അത് ദൈവസ്നേഹത്തിന് മാത്രമേ കഴിയൂ സഹോദരങ്ങൾ. യേശുക്രിസ്തുവിൻ്റെ അനുകാരികളെന്ന നിലയിൽ നാം ഈ രാജ്യത്ത് താമസിക്കുമ്പോൾ നമുക്ക് ചുറ്റും പാർക്കുന്ന അൺസേവ്ഡ് നെയ്ബേഴ്സിന് നമുക്ക് ലഭിച്ചിരിക്കുന്ന ദൈവരാജ്യ മൂല്യങ്ങൾ നാം പകർന്നു കൊടുക്കണം എന്ന് വിശുദ്ധനായ പത്രോസ് അപ്പോസ്തലൻ തൻ്റെ 1-ാം ലേഖനത്തിൽ നമ്മോട് ആഹ്വാനം ചെയ്യുകയാണ്. അതിൻ്റെ 2-ാം അധ്യായം 1 മുതൽ 12 വരെയുള്ള വാക്യങ്ങൾ. ആകയാൽ സകല ദുഷ്ടതയും എല്ലാ ചതിവും വ്യാജഭാവവും അസൂയയും എല്ലാ നുണയും നീക്കിക്കളഞ്ഞ് ഇപ്പോൾ ജനിച്ച ശിശുക്കളെ പോലെ രക്ഷയ്ക്കായി വളരുവാൻ വചനം എന്ന മായമില്ലാത്ത പാൽ കുടിപ്പാൻ വാഞ്ചിപ്പീൻ. കർത്താവ് ദയാലു എന്ന് നിങ്ങൾ ആസ്വദിച്ചിട്ടുണ്ടല്ലോ. യേശുക്രിസ്തുവിനെ സ്വീകരിക്കാത്തവർക്ക് പോലും നാം അത് പറഞ്ഞു കൊടുക്കണം. കാരണം കർത്താവ് ദയാലുവാണ്. അവൻ ദയാലുവാണ്. അവൻ നമ്മോട് നമ്മുടെ പാപങ്ങളെ ക്ഷമിക്കും. തൻ്റെ സന്നിധിയിലേക്ക് അടുത്തു വരിക, ദൈവവചനം അനുസരിക്കുക, അത് പഠിക്കുക, അത് അനുവർത്തിക്കുക എന്ന് നാം പറഞ്ഞു കൊടുക്കണം. കാരണം ഇത് മായമില്ലാത്ത പാലാണ്. വേഴ്സ് 4, മനുഷ്യർ തള്ളിയതെങ്കിലും ദൈവസന്നിധിയിൽ ശ്രേഷ്ഠവും മാന്യവുമായ ജീവനുള്ള കല്ലായ അവൻ്റെ അടുക്കൽ വന്നിട്ട് നിങ്ങളും ജീവനുള്ള കല്ലുകൾ എന്നതുപോലെ ആത്മീയഗ്രഹമായി യേശുക്രിസ്തു മുഖാന്തരം ദൈവത്തിന് പ്രസാദമുള്ള ആത്മീയയാഗം കഴിപ്പാൻ തക്ക വിശുദ്ധ പുരോഹിതവർഗമാകേണ്ടതിന് പണിയപ്പെടുന്നു. ഞാൻ ശ്രേഷ്ഠവും മാന്യവുമായ മൂലക്കല്ല് സിയോനിൽ ഇടുന്നു, അവനിൽ വിശ്വസിക്കുന്ന ഒരുത്തനും ലജ്ജിച്ചു പോകുകയില്ല എന്ന് തിരുവഴുത്തിൽ നാം കാണുന്നുവല്ലോ. അതായത് ശ്രേഷ്ഠവും മാന്യവുമായ സിയോനിലിടപ്പെട്ട ആ മൂലക്കല്ലായ ക്രിസ്തുവിൽ നാം വിശ്വസിക്കുമ്പോൾ ആ ജീവനുള്ള കല്ലുമായി നാം ചേർന്ന് പണിയപ്പെട്ട് നാമും ജീവനുള്ള കല്ലുകളായി തീർന്നിട്ട്, അതായത് നാം നിത്യജീവൻ പ്രാപിച്ചിട്ട് ആത്മീയ ഗൃഹമായി തീരും. അതാണ് ഇവിടെ പറയുന്നത്. വിശ്വസിക്കുന്ന നമുക്ക് മാന്യതയുണ്ട്, വിശ്വസിക്കാത്തവർക്ക് മാന്യതയില്ല. വിശ്വസിക്കാത്തവർക്കോ വീട് പണിയുന്നവർ തള്ളിക്കളഞ്ഞ കല്ല് തന്നെ മൂലക്കല്ലും ദർച്ചക്കല്ലും തടങ്കൽപ്പാറയുമായി തീർന്നു. അവർ വചനം അനുസരിക്കായികയാൽ ഇടറിപ്പോകുന്നു, അതിനവരെ വെച്ചുമിരിക്കുന്നു. അപ്പോൾ വചനം അനുസരിക്കുന്ന നമുക്ക്, യേശുക്രിസ്തുവുമായി ചേർന്ന് പണിയപ്പെടുന്ന നമുക്ക് നിത്യജീവനുണ്ട്. അല്ലാത്തവർക്ക് മാന്യതയില്ല, അവർക്ക് നിത്യജീവൻ ലഭിക്കുന്നില്ല. നാം എന്തിനാണ് വിളിക്കപ്പെട്ടിരിക്കുന്നത്? നാമോ അന്ധകാരത്തിൽ നിന്നും തൻ്റെ അത്ഭുത പ്രകാശത്തിലേക്ക് നമ്മെ വിളിച്ചവൻ്റെ സദ്ഗുണങ്ങളെ ഘോഷിപ്പാൻ തക്കവണ്ണം തിരഞ്ഞെടുക്കപ്പെട്ട ഒരു ജാതിയും രാജകീയ പുരോഹിതവർഗവും വിശുദ്ധ വംശവും സ്വന്തം ജനവുമാകുന്നു. നമുക്ക് വളരെയധികം റെസ്പോൺസിബിലിറ്റിയാണ് ഉള്ളത് സഹോദരങ്ങളെ. മുമ്പേ നാം ജനമല്ലാത്തവരായിരുന്നു, ഇപ്പോഴോ ദൈവത്തിൻ്റെ ജനം. നാം കരുണ ലഭിക്കാത്തവരായിരുന്നു, ഇപ്പോഴോ കരുണ ലഭിച്ചവർ തന്നെ. ഈ കരുണയിലേക്കാണ്, ഈ കൃപയിലേക്കാണ് മറ്റുള്ളവരെ നാം കൊണ്ടുവരേണ്ടത്. വേഴ്സ് 11, പ്രിയമുള്ളവരെ, പ്രവാസികളും പരദേശികളുമായ നിങ്ങളെ ആത്മാവിനോട് പോരാടുന്ന ജഡമോഹങ്ങളെ വിട്ടകന്ന് ജാതികൾ നിങ്ങളെ ദുഷ്പ്രവർത്തിക്കാർ എന്ന് ദുഷിക്കുന്തോറും നിങ്ങളുടെ നല്ല പ്രവൃത്തികളെ കണ്ടിട്ട് സന്ദർശന ദിവസത്തിൽ ദൈവത്തെ മഹത്വപ്പെടുത്തേണ്ടതിന് അവരുടെ ഇടയിൽ നിങ്ങളുടെ നടപ്പ് നന്നായിരിക്കണം എന്ന് ഞാൻ പ്രബോധിപ്പിക്കുന്നു. നാം ഈ രാജ്യത്തിൽ താമസിക്കുമ്പോൾ നമ്മുടെ നടപ്പ് മറ്റുള്ളവരുടെ മുമ്പിൽ നന്നായിരിക്കണം. കാരണം യേശുക്രിസ്തു വീണ്ടും വരുമ്പോൾ, അതായത് ആ സന്ദർശന ദിവസത്തിൽ അവൻ്റെ മുമ്പാകെ നമുക്ക് പുകഴ്ചയുണ്ടാകണം.
ഞാൻ വേഴ്സ് 11 and 12 ഒന്നുകൂടെ വായിക്കാം. ഡിയർ ബ്രദേഴ്സ്, യു ആർ ഓൺലി വിസിറ്റേഴ്സ് ഹിയർ. പത്രോസ് അപ്പോസ്തലൻ നമ്മോട് പറയുകയാണ്, വി ആർ ഓൺലി വിസിറ്റേഴ്സ് ഹിയർ. സിൻസ് യുവർ റിയൽ ഹോം ഈസ് ഇൻ ഹെവൻ, ഐ ബെഗ് യു ടു കീപ്പ് അവേ ഫ്രം ദ ഈവിൾ പ്ലഷേഴ്സ് ഓഫ് ദിസ് വേൾഡ്. ഈ ലോകത്തിൻ്റെ മായാ പ്രവർത്തികളിൽ നിന്നും അല്ലെങ്കിൽ ദുഷ്പ്രവർത്തികളിൽ നിന്ന് നമ്മൾ അകന്നു നിൽക്കണം. കാരണം നാം വിശുദ്ധ വംശവും കർത്താവിൻ്റെ സ്വന്തം ജനവുമാണ്. അവൻ നമ്മെ അങ്ങനെ ആക്കി തീർത്തിരിക്കുകയാണ് തന്നിലുള്ള വിശ്വാസത്താൽ. Verse 11. Dear brothers, you are only visitors here. Since your real home is in heaven, I beg you to keep away from the evil pleasures of this world. They are not for you, for they fight against your very souls. നമ്മുടെ ആത്മാവിനോട് പോരാടുന്നതാണ് ഈ ലോകത്തിൻ്റെ പ്ലഷേഴ്സ്, ഈവിൾ പ്ലഷേഴ്സ്. അതിൽ നിന്ന് നാം വേറിട്ട് നിൽക്കണം, അകന്നു നിൽക്കണം എന്നാണ് ഇവിടെ പറയുന്നത്. Verse 12. Be careful how you behave among your unsaved neighbors, for then, even if they are suspicious of you and talk against you, they will end up praising God for your good works when Christ returns. മറ്റുള്ളവർ നമ്മുടെ നല്ല പ്രവർത്തനങ്ങളെ കണ്ടിട്ട് അവർ ദൈവത്തിന് സ്തോത്രം ചെയ്യും. സ്വർഗസ്ഥനായ പിതാവിന് അവർ സ്തോത്രം ചെയ്യുവാൻ തക്കവണ്ണം. നമ്മുടെ നല്ല പ്രവൃത്തികളെ കണ്ടിട്ട് സ്വർഗസ്ഥനായ പിതാവിന് അവർ സ്തോത്രം ചെയ്യുവാൻ തക്കവണ്ണം നമ്മുടെ നടപ്പ് അവരുടെ ഇടയിൽ നല്ലതായിരിക്കണം, നന്നായിരിക്കണം എന്നാണ് വിശുദ്ധനായ പത്രോസ്ലീഹ ഇവിടെ പറയുന്നത്. ഇതുപോലെ തന്നെ ദൈവിക മൂല്യങ്ങളുള്ള, ദൈവത്തോടും ദൈവവചനത്തോടും എരിവുള്ളവനായിരുന്ന ഒരു രാഷ്ട്രീയക്കാരനെ പഴയ നിയമത്തിൽ നമുക്ക് കാണുവാൻ സാധിക്കും. അദ്ദേഹം ദൈവികനായ ഒരു രാഷ്ട്രീയക്കാരനായിരുന്നു. ഇസ്രായേലിൻ്റെ ഒരു നേതാവായിരുന്നു അദ്ദേഹം, ലീഡർ ഓഫ് ഇസ്രായേൽ. അദ്ദേഹത്തിൻ്റെ പേരാണ് നെഹമ്യാവ്. പഴയ നിയമത്തിൽ അദ്ദേഹം എഴുതിയ ഒരു പുസ്തകമുണ്ട്, ദ ബുക്ക് ഓഫ് നെഹമായ. ബാബേൽ രാജാവായിരുന്ന നെബൂഖദ്നേസർ പണ്ട് യഹൂദന്മാരെ ആക്രമിക്കുകയും യഹൂദന്മാരുടെ ആരാധനാലയമായിരുന്ന ജെറുസലേമിലെ വിശ്വപ്രസിദ്ധമായ ജെറുസലേം ദേവാലയം ആക്രമിച്ച് അഗ്നിക്കിരയാക്കി നശിപ്പിക്കുകയും അവിടെ ഉണ്ടായിരുന്ന യഹൂദന്മാരെ എല്ലാം അടിമകളാക്കി ബാബേലിലേക്ക് പ്രവാസത്തിൽ കൊണ്ടുപോവുകയും ചെയ്തു. വർഷങ്ങളോളം അവർ അവിടെ അടിമകളായി പ്രവാസത്തിൽ കഴിഞ്ഞിരുന്നു. ദീർഘവർഷങ്ങൾക്ക് ശേഷം പേർഷ്യൻ രാജാവായ സൈറസ് ബാബേലിനെ ആക്രമിച്ച് കീഴ്പ്പെടുത്തി. അപ്പോൾ അവിടെ ഉണ്ടായിരുന്ന യഹൂദന്മാർ തങ്ങളുടെ ആവശ്യം രാജാവിനെ ഉണർത്തിച്ചു. തങ്ങളെ നെബൂഖദ്നേസറാണ് വർഷങ്ങൾക്ക് മുമ്പ് ഇവിടെ അടിമകളാക്കി കൊണ്ടുവന്നത്. ഞങ്ങളുടെ ആലയം നശിപ്പിക്കപ്പെട്ട് കിടക്കുകയാണ്. ഞങ്ങൾക്കതിനെ പുനരുദ്ധരിക്കണം, ഞങ്ങൾക്കവിടെ ആരാധിക്കണം. ഞങ്ങളുടെ എല്ലാമായിരുന്നു ഞങ്ങളുടെ ദേവാലയം. സൈറസ് രാജാവ് തന്നോട് അപേക്ഷിച്ചവരെയൊക്കെയും സ്വദേശത്തേക്ക് മടക്കി അയച്ചു. അവർ അവിടെ ആലയം പണിതു. ദീർഘവർഷങ്ങൾക്ക് ശേഷം അർത്ഥശ്രേഷ്ഠ എന്ന രാജാവ് പേർഷ്യൻ രാജാവായിരുന്നപ്പോൾ തൻ്റെ രാജധാനിയിൽ ഒരു ഉദ്യോഗസ്ഥനായിരുന്നു ഈ നെഹമ്യാവ്. നെഹമ്യാവിനറിയാം തൻ്റെ പിതാക്കന്മാരുടെ നാട്ടിൽ ദേവാലയം പുതുക്കി പണിത കാര്യവും മറ്റും. വളരെ ആഗ്രഹമാണ് തിരിച്ച് തങ്ങളുടെ പിതാക്കന്മാരുടെ ആ ദേശത്ത് പോകുക, അവിടെ ആരാധിക്കുക, അവിടെ ജീർണാവസ്ഥയിൽ കിടക്കുന്ന അല്ലെ നശിപ്പിക്കപ്പെട്ട് കിടക്കുന്ന മതിൽ പണിയുക. അപ്പോൾ തൻ്റെ ആഗ്രഹം ഈ നെഹമ്യാവ് അർത്ഥശ്രേഷ്ഠ രാജാവിനെ അറിയിച്ചു. രാജാവ് സമ്മതിച്ചു. ഇപ്പം നാം ഇത് പഠിക്കുന്ന എന്തിനാണ് സഹോദരങ്ങളെ? എങ്ങനെയാണ് ഒരുവൻ പൊളിറ്റിക്സിലായിരിക്കുന്നു, അവിടെ സ്വാധീനമുള്ളവനായിരിക്കുന്നു, അപ്പോൾ തന്നെ എത്രമാത്രം ആ വ്യക്തി ദൈവത്തോട് ഭക്തിയും കൂറുമുള്ളവനാണ്, ദൈവഭക്തനാണ്, ദൈവത്തെ ആരാധിക്കുവാൻ, ദൈവകൽപ്പനകൾ പ്രമാണിക്കുവാൻ ഇഷ്ടപ്പെടുന്നവനാണ്, ദൈവവചനം വായിക്കുന്നവനാണ്, അത്
അനുവർത്തിക്കുവാൻ താല്പര്യപ്പെടുന്നവനാണ്, ദൈവത്തെ സ്നേഹിക്കുന്നവനാണ് എന്ന് മനസ്സിലാക്കുവാൻ വേണ്ടിയാണ് ഈ നെഹമ്യാവിൻ്റെ ബുക്കിൽ നിന്നും ഈ ചാപ്റ്റർ നമുക്ക് പഠിക്കുവാനുള്ളത്. നെഹമ്യ ചാപ്റ്റർ 2 വേഴ്സസ് 11 to 18. അവിടെ ഒരുവൻ വിശ്വാസിയായിരിക്കുമ്പോൾ തന്നെ അല്ലെങ്കിൽ ദൈവഭക്തനായിരിക്കുമ്പോൾ തന്നെ അവന് രാഷ്ട്രീയത്തിൽ നല്ല രീതിയിൽ ആയിരിക്കുവാൻ കഴിയും, അല്ലെങ്കിൽ ഗവൺമെൻറ്റിൽ നല്ല സ്വാധീനമുള്ളവനായിരിക്കുവാൻ കഴിയും. അവൻ നല്ല സ്വഭാവമുള്ളവനായി അല്ലെങ്കിൽ മറ്റുള്ളവർ മാനിക്കത്തക്കവനായി ഉള്ള ആളായി ജീവിക്കുവാൻ കഴിയും, നിരപവാദ്യനായി ഇരിക്കുവാൻ കഴിയും എന്നെല്ലാം നമ്മെ കാണിക്കുവാനാണ് ഈ ചാപ്റ്റർ നമുക്ക് പഠിക്കുവാൻ നൽകിയിരിക്കുന്നത്. അപ്പോൾ അർത്ഥശിഷ്ട രാജാവിനോട് ഈ പാനപാത്രവാഹകനായിരുന്ന ഈ നെഹമ്യാവ് തൻ്റെ ആവശ്യം ഉണർത്തിച്ചപ്പോൾ അദ്ദേഹത്തിൻ്റെ ആവശ്യം മാനിക്കുവാൻ തക്കവണ്ണം നല്ല സ്വാധീനം രാജാവിൻ്റെ അടുത്ത് ഈ നെഹമ്യാവിനുണ്ടായിരുന്നു. നെഹമ്യാവ് അത്ര നല്ല മനുഷ്യനായിരുന്നു, നല്ല ഒരു ഉദ്യോഗസ്ഥനായിരുന്നു എന്ന് രാജാവിന് ബോധ്യമായിരുന്നു. താൻ രാജാവിനോട് അപേക്ഷിച്ചതൊക്കെയും രാജാവ് കൊടുത്തു. ഇവിടെ വേഴ്സ് 7 പറയുന്നു, രാജാവിന് തിരുവുള്ളമുണ്ടായി ഞാൻ യഹൂദായിൽ എത്തും വരെ നദിക്കക്കരെയുള്ള ദേശാധിപതിമാർ എന്നെ കടത്തിവിടേണ്ടതിന് അവർക്ക് എഴുത്തുകളും ആലയത്തോട് ചേർന്ന് കോട്ടവാതിലുകൾക്കും പട്ടണത്തിൻ്റെ മതിലിനും ഞാൻ ചെന്ന് പാർപ്പാനിരിക്കുന്ന വീടിനും വേണ്ടി ഉത്തരം മുതലായവ ഉണ്ടാക്കുവാൻ രാജാവിൻ്റെ വനവിചാരകനായ ആസാഫ് എനിക്ക് മരം തരേണ്ടതിന് അവന് ഒരു എഴുത്തും നൽകണമേ എന്നും ഞാൻ രാജാവിനോട് ഇദ്ദേഹം അപേക്ഷിച്ചു. അതുമാത്രമല്ല, രാജാവ് എഴുത്ത് നെഹമ്യാവിന് കൊടുത്തു. രാജാവ് പടനായകന്മാരെയും കുതിരച്ചേവകരെയും കൊടുക്കുകയും ചെയ്തു. അപ്പോൾ എത്രമാത്രം നല്ലവനായ ഒരു ഉദ്യോഗസ്ഥനായിരുന്നു പൊളിറ്റിക്സിൽ ഈ നെഹമ്യാവ് എന്ന് നമുക്ക് മനസ്സിലാക്കാം. അതുകൊണ്ടാണ് രാജാവ് അവനോട് ദയാപൂർവം പെരുമാറിയത്. ഈ നെഹമ്യാവ് യഹൂദയിൽ ചെന്ന് അല്ലെങ്കിൽ യഹൂദന്മാരുടെ അടുത്ത് ചെന്ന് ഈ മതിൽ പണിതു. 52 ദിവസം കൊണ്ട് മതിൽ പണിതു എന്നാണ് നാം വായിക്കുന്നത്. പിന്നീട് യഹൂദയിലെ ഒരു ഡിസ്ട്രിക്റ്റിൽ 12 വർഷം അദ്ദേഹം ഗവർണറായി ജോലി നോക്കിയെന്നാണ് നമുക്കറിയുവാൻ കഴിയുന്നത്. പിന്നീട് സ്വദേശത്തേക്ക് അല്ലെങ്കിൽ പേർഷ്യൻ രാജാവിൻ്റെ അടുത്തേക്ക് തിരിച്ചുപോയി. പിന്നീട് രണ്ടാമത്തെ വരവിൽ അദ്ദേഹം വീണ്ടും യഹൂദന്മാരുടെ നാട്ടിലേക്ക് വന്നു. അവിടെ അദ്ദേഹം ആ ദേവാലയത്തിൽ ശബത്ത് ആചരണം തുടങ്ങി വെച്ചു, അല്ലെങ്കിൽ നിന്നുപോയിരുന്ന ശബത്താചരണം വീണ്ടും പുനരുജ്ജീവിപ്പിച്ചു. അതുപോലെ തന്നെ അവിടെ ഉണ്ടായിരുന്ന ആൾക്കാർ അന്യജാതികളിൽ നിന്നുമൊക്കെ വിവാഹം കഴിച്ചിരുന്നതിനെ, പ്രത്യേകിച്ചും പുരോഹിതന്മാർ വിവാഹം കഴിച്ചിരുന്നതിനെയൊക്കെ വിലക്കുകയും നിങ്ങൾ ഇനി അങ്ങനെ ചെയ്യരുത് എന്ന് പറഞ്ഞ് അവരെയെല്ലാം അവിടെ നിന്ന് സ്വതന്ത്രമാക്കുകയും ചെയ്തു എന്നുള്ളതാണ് നാം കാണുന്നത്. കാരണം ഭരണപരിഷ്കാരങ്ങൾ തൻ്റെ ആലയത്തെ ശുദ്ധീകരിക്കുവാൻ അല്ലെങ്കിൽ ദൈവമുമ്പാകെ ദൈവജനത്തെ ശുദ്ധീകരിക്കുവാൻ തക്കവണ്ണം ദൈവ ആരാധനയും അതുപോലെ തന്നെ ജനങ്ങളെയും ദൈവത്തിന് ഹിതകരമായി അവരെ ശുദ്ധീകരിക്കുവാൻ തക്കവണ്ണം ഈ നെഹമ്യാവ് മുൻകൈയെടുക്കുകയും ചെയ്തു. പ്രിയ സഹോദരങ്ങളെ, യേശുക്രിസ്തുവിനെ അറിഞ്ഞ നാമും നമുക്ക് ലഭ്യമായിരിക്കുന്ന ദൈവരാജ്യ ബോധ്യങ്ങൾ ഈ നെഹമ്യാവിനെ പോലെ മറ്റുള്ളവർക്ക് പകരുവാൻ തക്കവണ്ണം നാം ഉദ്യമിക്കണം. ഈ ദൈവരാജ്യ ബോധ്യങ്ങളുള്ള ഒരു ക്രൈസ്തവൻ താൻ ജീവിക്കുന്ന രാജ്യത്തിൻ്റെ സുസ്ഥിരതയ്ക്കും അഭിവൃദ്ധിക്കും വളർച്ചയ്ക്കും സമാധാനത്തിനും ഒരു മുതൽക്കൂട്ടായിരിക്കും. അതായത് ഒരു ക്രൈസ്തവൻ അല്ലെങ്കിൽ ദൈവത്തെ അറിയുന്ന ഒരു വ്യക്തി ഒരു നല്ല പൗരനുമായിരിക്കും.
കാരണം അവന് മൂല്യങ്ങളുണ്ട്, ദൈവരാജ്യത്തിൻ്റെ മൂല്യങ്ങൾ. പ്രിയ സഹോദരങ്ങളെ, ഈ എപ്പിസോഡ് നിങ്ങൾക്ക് അനുഗ്രഹമായി എന്ന് ഞാൻ കരുതുകയാണ്. May the grace of our Lord Jesus Christ be with you till we meet again. I bless you in Jesus' name. Amen.